കുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ കാണാതായവരുടെ DNA പരിശോധനാ ഫലം ഇന്ന് വരും. ഫലം വരുന്നതോടെ കാണാതായവരെ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. അനുമോദ് തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ മൂന്ന് പേരെ പറ്റിയുള്ള വിവരങ്ങളാണ് ലഭിക്കാനുള്ളത്, അവരെയാണ് കണ്ടെത്താനുള്ളത്. അവരും ഈ ലഭിച്ച ശരീരഭാഗങ്ങളിലുണ്ടോ എന്നുള്ളതൊക്കെ ഈ DNA പരിശോധന ഫലം പുറത്തു വരുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 4 പേരെ ആണ് കാണാതായിരുന്നത്. അതിൽ ഒരാളുടേതെന്ന് കരുതുന്ന തല കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു. അതും DNA പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കുകയെങ്കിൽ പോലും ഇനി ഒരു തരത്തിലും അറിയാത്തത് 3 പേരെ കുറിച്ചാണ്. ആ 3 പേരുടെ വിവരങ്ങൾ ഈ DNA ഫലം വരുന്നതോടെ, അതായത് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് അയച്ച 29 ശരീരഭാഗങ്ങളുടെ DNA ഫലം വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഇവരുടെ ഇതാകുമോ എന്നുള്ളതാണ് അറിയുന്നത്. ഒപ്പം തന്നെ കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാൻ കഴിയാത്ത ശരീരവും ഉണ്ട്. അത് ആരുടേതാണെന്നും ഈ DNA ഫലം വന്നാലേ അറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഈ ഒരു അപകടത്തിൽ പെട്ടതാരൊക്കെ, ദുരന്തത്തിനിരയായ 4 പേരുടെ വിശദാംശങ്ങൾ, അതാരെല്ലാം, അത് ആരുടേതെല്ലാമാണ് ഈ ശരീരഭാഗങ്ങൾ എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ഈ DNA ഫലം തന്നെ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് 3 ദിവസം എന്നാണ് പറയുന്നത്, എത്തേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും എത്തുക. അതേസമയം ഈ ഒരു DNA പരിശോധനയ്ക്ക് മൊബൈൽ ലബോറട്ടറി സൗകര്യം അതിവിടേക്ക് എത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നടപടി കുറെ കൂടി വേഗത്തിലാവും എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്നാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു DNA പരിശോധനാ ഫലമാണ് ഇപ്പോൾ കാത്തിരിക്കുന്ന ഒന്ന്. അതേസമയം ഇന്നലെ മരിച്ച സതീശൻ വെടിക്കെട്ടിൻ്റെ ലൈസൻസിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിലാണ് നടക്കുക. ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചവരെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് കുണ്ടത്തിക്കോട് സ്കൂളിൽ വയ്ക്കും. അതിനുശേഷം 2 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ തറവാട്ട് വളവിൽ നടക്കുക. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ മൂടിയ നെയ്മല ഇടിഞ്ഞാൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത്തവണയും നെയ്മല ഇടിഞ്ഞു എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ വിശ്വാസികൾ ആകെ ആശങ്കയിലാണ്. പരിഹാര പൂജകളും വഴിപാടുകളും നടത്തി വിശ്വാസികളുടെ ആശങ്ക പരിഹരിക്കുകയാണ് അധികൃതർ ചെയ്യേണ്ടതെന്ന് വടക്കുംനാഥ ക്ഷേത്രം ഉപദേശക സമിതി മുൻ സെക്രട്ടറി ഹരിഹരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തൃശ്ശൂർ പൂരം ഒട്ടേറെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും തുടർച്ചയാണ്. ഒട്ടേറെ വിശ്വാസങ്ങളുടെ പിൻബലവും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ പല ലക്ഷണങ്ങളും ഈ പൂരത്തിൻ്റെ പല തലങ്ങളെയും കാണിക്കുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. വിശ്വാസികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മോടൊപ്പം വടക്കുംനാഥ ക്ഷേത്രോപദേശ സമിതി മുൻ സെക്രട്ടറി ശ്രീ ഹരിഹരൻ ചേരുന്നു. ഹരിയേട്ട, ഈ തൃശ്ശൂർ പൂരം വരുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഈ നെയ്മലയുടെ ഒരു സാന്നിധ്യം വടക്കുംനാഥ ക്ഷേത്രത്തിൽ. എന്താണ് ഇത്തവണത്തെ, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് നെയ്മല ഇടിഞ്ഞു എന്നൊക്കെ തന്നെയാണ്, അങ്ങനെയാണോ? ഞാനും അങ്ങനെ കേട്ടു. എന്താ വെച്ചാൽ അങ്ങനെ വരിക വെച്ചാൽ വടക്കുംനാഥൻ മൂകസാക്ഷിയാണെങ്കിലും അങ്ങോരുടെ മുമ്പിലാണ് പൂരം മുഴുവൻ നടക്കുന്നത്. വടക്കുംനാഥന് ഏറ്റവും പ്രിയപ്പെട്ടത് നെയ്യാട്ടമാണ്, വൈകിട്ട് കരിക്കഭിഷേകമാണ്. ഈ നെയ്മലൊക്കെ ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മുറിവാണെങ്കിലും വലിയ സ്റ്റിച്ചാണെങ്കിലും മുറിവ് തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. അതെന്താ വെച്ചാൽ ജനങ്ങൾ അറിഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നെയ്മല ഇടിയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസമാണല്ലോ വലുത്. അപ്പോൾ അത് പ്രകാരം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഇന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇന്ന് വീണ്ടും പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞ നിലയ്ക്ക് ഇപ്പോൾ ഞാനൊരു 21 കരിക്ക് അഭിഷേകം നടക്കുന്നു. അതിന് എന്താ വെച്ചാൽ കരിക്ക് വലിയ ഇതൊന്നും വേണ്ട, ചെറുതായിട്ട് പരിഹാരം മാത്രമേ. അപ്പോൾ ഇന്ന് കരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിഷേകം ചെയ്ത് ഞാൻ വടക്കുംനാഥനെ തണുപ്പിക്കുകയാണ്. അങ്ങനെ ദേഷ്യം മാറ്റി തണുപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തലയിൽ വടക്കുംനാഥൻ്റെ ശിവലിംഗം ആരും കണ്ടിട്ടില്ല, ഈ നെയ്മല മാത്രമേ കണ്ടിട്ടുള്ളൂ. ആളെ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കരിക്ക് കഴിക്കുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. അപ്പം അങ്ങനെ സൂചിപ്പിക്കുക, അങ്ങനെ തണുപ്പിക്കുക. വടക്കുംനാഥൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരമൊക്കെ വളരെ വൃത്തിയായിട്ട് നടക്കുന്നത്. അങ്ങോരുടെ മുമ്പിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അങ്ങൊരു മൂകസാക്ഷിയാണെങ്കിലും ഇതെല്ലാം വടക്കുംനാഥനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും വളരെ വൃത്തിയായിട്ട് നടക്കും. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു എന്നൊരു സൈൻ തരും, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ മുഖവിലക്കെടുത്ത് വിശ്വാസികളായുള്ള വിലക്കെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യങ്ങൾ നടക്കും. ഇതിനു മുമ്പ് ഇടിഞ്ഞപ്പോഴൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായ ചരിത്രം പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കൽ തെക്ക് ഭാഗത്തേക്ക് ഇടിഞ്ഞപ്പോഴാണ് പൂരം വെടിക്കെട്ടിന് അപകടം ഉണ്ടായത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭീതിയാണ്. ഇപ്പോൾ നെയ്മല ഇടിയാൽ എവിടെ എന്താ വരുന്നത് അങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല. ഭഗവാന് കാണിച്ചു തരും, സിംറ്റം കാണിച്ചു തരും. അപ്പോൾ ആ സിംറ്റം നോക്കി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ റിപ്പൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുള്ള പ്രതിവിധി നമ്മൾ നേരത്തെ തന്നെ ചെയ്യണം. അതിൻ്റെ എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമുക്കൊരു അടയാളം തന്നിട്ടുണ്ട്. ഈ അടയാളം നോക്കി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നിട്ട് സങ്കടപ്പെട്ടൊരു കാര്യമില്ലല്ലോ. വെടിക്കെട്ടുപുരയിലതിന് മുമ്പ് അങ്ങനെ സൂചന കിട്ടിയതായിട്ട് കേൾക്കുന്നുണ്ട്. വെടിക്കെട്ടുപുരയിലെ സൂചന നമുക്ക് ഈ നെയ്മല ഇടിഞ്ഞത് നമുക്കറിയില്ല. അത് വടക്ക് ഭാഗത്തേക്കാണ് ഇടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ വടക്ക് ഭാഗത്താണ് നമ്മുടെ വെടിക്കെട്ടുപുരയുള്ളത്.
അതൊക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര മാനസിക വിഷമം. സത്യം പറയാം, നമുക്ക് മുൻകരുതൽ എടുത്തില്ലല്ലോ, ഭഗവാൻ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഒരു വിഷമമുള്ളൂ. ഇനി ഇതേപോലെ കൂടൽമാണിക്യത്തിലും വഴിപാട് കഴിക്കുന്ന കൂടൽമാണിക്യം മഴ പെയ്യാതിരിക്കാൻ നമ്മൾ ഇപ്പം പൂരം കൊടിയേറി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൂടൽമാണിക്യം എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കൊടുങ്ങല്ലൂരുണ്ട്, തൃപ്രയാറുണ്ട്, ഗുരുവായൂരുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഇതറിഞ്ഞിട്ട് നമ്മൾ എന്താ വടക്കുന്നാനാണ് നമ്മുടെ മെയിൻ ആൾ, ബാക്കി അമ്പലങ്ങൾ മോശമെന്നല്ല. ഇങ്ങോട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അതിലെല്ലാം വൃത്തിയായിട്ട് വരും. അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ ഇത്തരം സൂചനകളും കണക്കിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ. 100%. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പല മുൻകരുതൽ നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നൽകുന്ന സൂചനകൾ വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും ചെയ്യണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.